അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നഹു ഖാല, തീർച്ചയായും അദ്ദേഹം പറഞ്ഞു, ഖംസു മിൻ അലാമാത്തി സആദത്തി, വിജയത്തിൻ്റെ അടയാളങ്ങൾ അഞ്ചെണ്ണമാകുന്നു. ഒരാൾ വിജയിക്കാൻ ഈ 5 കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്നാമത്തത് അൽ യഖീനു ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഉറപ്പ് വേണം, ദൃഢത വേണം, മനസ്സ് ദൃഢമായിരിക്കണം. വൽ വറഉ ഫി ദീനി, ദീനിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത ഉണ്ടാവണം. ദീനിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത വേണം. വസ്സുഹുദ് ഫി ദുനിയ, ദുനിയാവിൻ്റെ കാര്യത്തിൽ പരിത്യാഗം അഥവാ ദുനിയാവിനോടുള്ള അമിതപ്രിയം ഒഴിവാവണം. വൽ ഹയാഉ ഫിൽ ഐനൈനി, 2 കണ്ണുകളിലും ലജ്ജ ആവശ്യമാണ്. 2 കണ്ണുകളിലും ലജ്ജ വേണം. വൽ ഖശ്യത്തു ഫിൽ ബദനി, ശരീരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം എല്ലാ സമയത്തും നിലനിൽക്കണം. ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞത്, ഹൃദയത്തിൽ ഒരുറപ്പ് വേണം. എന്ത് കാര്യത്തിലും നമ്മൾ ഇറങ്ങുമ്പോൾ ഹൃദയം ചാഞ്ചാടിക്കൊണ്ടിരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതാണോ ശരി, ഇതാണോ ശരി, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നുള്ള അങ്ങനെയുള്ള ഒരു അങ്കലാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഒരുറച്ച മനസ്സ്, അതാണ് ഇന്ന കാര്യം ഇതിലൂടെ പോയാൽ ഞാൻ വിജയിക്കും, അതുകൊണ്ട് അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന രൂപത്തിലേക്ക് മനസ്സിനെ ദൃഢീകരിക്കുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ദീനിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുക. ഞാൻ ജയിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്നോട് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ടോ? അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ദീനീ കാര്യങ്ങളിൽ മുഴുവൻ സൂക്ഷ്മത പാലിക്കുക. അതിൽ ഒരു കൃത്യത നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വസ്സുഹുദ് ഫി ദുനിയ, ദുനിയാവിൻ്റെ കാര്യത്തിൽ വിരക്തി ഉണ്ടാവുക. വിരക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവ് പാടെ വേണ്ടാന്നും ദുനിയവിയായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നുമല്ല, മറിച്ച് ദുനിയാവിനോടുള്ള അമിതമായ പ്രിയം അതൊഴിവാക്കുക എന്നുള്ളതാണ്. ദുനിയവിയായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ത്യജിക്കണം എന്ന രൂപത്തിലുള്ള ആ ചിന്ത അതുണ്ടാവരുത് എന്നുള്ളതാണ്. ദുനിയാവ് ആവശ്യത്തിന് വേണം, പക്ഷേ ദുനിയായ കാര്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ബലിയർക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകാൻ പാടില്ല. വൽ ഹയാഉ ഫിൽ ഐനൈനി, 2 കണ്ണിലും ലജ്ജ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, പുതുമണവാട്ടിയെ പോലെയായിരുന്നു അദ്ദേഹം ലജ്ജയുടെ വിഷയത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും നടക്കുന്നതിന് മുമ്പ് ആലോചിക്കുമായിരുന്നു. അതായത് ഇത് ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുമോ, അതായത് എന്നെ സംബന്ധിച്ച് മോശമായ ഒരു രൂപം ഇതിൽ വരുമോ, നോക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കേ നോക്കുകയുള്ളൂ, അല്ലാത്ത സ്ഥലത്തേക്ക് നോക്കില്ല, ചെയ്യാൻ പറ്റുന്നതേ ചെയ്യുള്ളൂ, ചെയ്യാൻ പറ്റാത്തത് ചെയ്യൂല. ഇങ്ങനെ ഒരു ഹയാവ്, മൊത്തത്തിൽ ഒരു ലജ്ജ സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. 2 കണ്ണുകളിൽ നിന്നാൽ കണ്ണ് എപ്പോഴും ആർദ്രമായിരിക്കും, കണ്ണ് പറ്റി വരണ്ട് പോകുന്ന സ്വഭാവത്തിലേക്ക് പോകില്ല എന്നർത്ഥം. അഞ്ചാമത്തെ സംഗതി വൽ ഖശ്യത്ത് ഫിൽ ബദൻ, ശരീരത്തിൽ ഭയം അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഏത് സമയത്തും ഉണ്ടാവും. മരിച്ചു പോകും, അതേപോലെ തന്നെ എനിക്ക് രോഗം വരാം, ഇനി കയ്യും കാലും അനക്കാൻ പറ്റാതാവാം, എൻ്റെ നടത്തം പോലും മുട്ടാൻ സാധ്യതയുണ്ട്,
ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ കുദറത്ത് കൊണ്ടാണ്, എനിക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന രൂപത്തിൽ എല്ലാ സമയവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും ഒരു ഭയപ്പാടോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കും ഇയാൾ നടത്തുക. അങ്ങനെയുള്ള ആളുകൾ വിജയിക്കും, ഈ ലോകത്തും വിജയിക്കും, പരലോകത്തും വിജയിക്കും. രണ്ടാമത്തത് പിന്നീട് പറയുന്നത് ഹംസും മിൻ അലാമത്തി ഷഖാവത്തി, ഒരാൾ പരാജയപ്പെടും എന്ന ഉറപ്പ്, അത് ഈ 5 കാര്യങ്ങളിൽ ഉറപ്പാണ്. ഈ 5 കാര്യങ്ങൾ, താഴെ പറയുന്ന 5 കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ എന്തായാലും പരാജയപ്പെടും. അതിലൊന്നാമത്തത് അൽ ഖസ്വത്ത് ഫിൽ ഖൽബ്, ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാവുക, ഹൃദയ കാഠിന്യം. നേരത്തെ പറഞ്ഞ ഹൃദയത്തിൻ്റെ ഉറപ്പല്ല ഇത്, മറിച്ച് കടുത്ത ഹൃദയം. ആർക്കെന്ത് പറ്റിയാലും തിരിഞ്ഞു നോക്കാതിരിക്കുക, ആരോടും ഒരു പ്രത്യേക സ്നേഹമില്ലാതിരിക്കുക, ആർക്കും നമ്മളെ അനിവാര്യമായ ഘട്ടത്തിൽ വിളിച്ചാൽ കിട്ടാതിരിക്കുക, എൻ്റെ കാര്യം അല്ലാതെ വേറെ ഒന്നും ഞാൻ ചിന്തിക്കൂല എന്ന രൂപത്തിൽ കടുത്ത ഹൃദയമാവുക എന്നുള്ളതാണ്. ആ ആൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. രണ്ടാമത്തത് വൽ ജുമൂദ് ഫിൽ ഐനൈൻ, 2 കണ്ണുകളിലുമുള്ള വരൾച്ച, കണ്ണുകൾ വറ്റി വരണ്ടു പോവുക. അതിൽ ആർദ്രത, സ്നേഹം, മറ്റുള്ളവരോടൊരു വാത്സല്യം, ഇതൊന്നും ഇല്ലാതിരിക്കുക. ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതിരിക്കുക, ആരോടും ഒരു സ്നേഹവായ്പില്ലാതിരിക്കുക. കണ്ണുകളിൽ വറ്റി വരണ്ടു പോകുന്നല്ലേ, കണ്ണിൽ ചോരയില്ലായിക എന്ന് പറയുന്നില്ലേ, ആ രൂപത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത അവസ്ഥയായിരിക്കും ഇയാൾക്കുണ്ടാവുക. മൂന്നാമത് പറഞ്ഞത് വഖില്ലത്തുൽ ഹയായി, ഹയാ ഇല്ലാതിരിക്കുക, ലജ്ജ തീരെ ഇല്ലാതിരിക്കുക, പറ്റ കുറഞ്ഞു പോവുക. മറ്റുള്ളവർ കാണാൻ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല, മറ്റുള്ളവരിനെ സംബന്ധിച്ച് എന്താ വിചാരിച്ചോട്ടെ, അതിലൊരു പ്രശ്നമില്ല. ഇങ്ങനെ ഒരു കാര്യത്തിലും ലജ്ജയുടെ ഒരു കണിക പോലും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വഖില്ലത്തുൽ ഹയാ. നാലാമത്തത് വറഗബത്തു ദുനിയ, ഈ ലോകത്തോടുള്ള ആഗ്രഹം. ലോകം എനിക്ക് പിടിച്ചടക്കണം, എനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന പരമാവധി എനിക്ക് കിട്ടണം. ഇങ്ങനെ ലോകം പിടിച്ചടക്കാനുള്ള, ലോകം കിട്ടുക എന്ന് പറയുന്നതല്ലേ റഗബ ഫി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. അപ്പോൾ ദുനിയാവിൽ അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് 4ാമത്തെ ലക്ഷണം. 5ാമത്തതും ഏറെക്കുറെ അതിനോട് ബന്ധമുള്ളതാണ് വതൂലുൽ അമൽ, ഒടുങ്ങാത്ത ആഗ്രഹം, എത്ര കിട്ടിയാലും മതിയാവാതിരിക്കുക. തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹം തീരാതിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അയാൾക്ക് ആഗ്രഹം പൂർത്തിയാവട്ടെ എന്ന് വിചാരിച്ച് കുറേ കൊടുത്താൽ എന്നാൽ വീണ്ടും അതിനേക്കാൾ വലുത് കിട്ടുമോ എന്നുള്ളതിനെ പറ്റി ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ച് അത്യാഗ്രഹിയായിട്ട് മാറുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ 5 കാര്യങ്ങളും ഒരാൾക്കുണ്ടോ അയാൾ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഹൃദയ കാഠിന്യം, അതേപോലെ തന്നെ കണ്ണുകളിൽ വറ്റി വരണ്ടു പോകുന്ന അവസ്ഥ, ഒരാളോടും സ്നേഹമില്ലാതിരിക്കുക, അതേപോലെ തന്നെ ലജ്ജ തീരെ ഇല്ലാതിരിക്കുക, ഈ ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം, ആഗ്രഹങ്ങൾ കെട്ടടങ്ങാതിരിക്കുക, ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഈ 5 കാര്യങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു രക്ഷിക്കട്ടെ. നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.